ദൃശ്യങ്ങളിൽ കാണുന്ന ലിസി ആശുപത്രിയിലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ശസ്ത്രക്രിയ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. എസ് ശ്യാംകുമാർ തുടരുന്നുണ്ട്. ശ്യാം, വഴിയിൽ നമുക്ക് കൃത്യമായി നേരത്തെ കിട്ടിയ വിവരങ്ങളനുസരിച്ച് ഒരു ഗതാഗത തടസ്സവും ഇല്ലാതെ തന്നെ ആ സംഘത്തിന് ലിസിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ആ വിധമാണ് ട്രാഫിക് കൺട്രോൾ അവിടെ പോലീസ് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു. ആ മിഷൻ ഇപ്പോഴും അവസാന മിനിറ്റുകളിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റുകൾ എന്താണ്? പ്രജിൻ, അല്പസമയത്തിനകം ബിൽജിത്തിന്റെ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള പോലീസ് അകമ്പടിയോടുള്ള വാഹനം ലിസി ആശുപത്രിയിലേക്ക് എത്തുമെന്നുള്ള വിവരമാണ് ഈ അവസാന സമയത്ത് പങ്കുവെക്കാനുള്ളത്. ഇവിടെ ശസ്ത്രക്രിയ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വൃക്കകൾ രണ്ടും അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. മറ്റ് അവയവങ്ങളും അതും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ആശുപത്രികളിൽ നിന്നെത്തിയ ആംബുലൻസുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഏറ്റവും ആദ്യം നടക്കുന്ന ശസ്ത്രക്രിയ 13 വയസ്സുകാരിയായ കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടിക്ക് ബിൽജിത്തിന്റെ ഹൃദയം തുന്നിച്ചേർക്കുന്ന ആ ഒരു ശസ്ത്രക്രിയ ആയിരിക്കും ആദ്യം തന്നെ നടക്കുക. ആ ഹൃദയമാറ്റ ശസ്ത്രക്രിയ 3 മണിക്കൂറോളം നീളുമെന്നുള്ളതാണ് ഡോക്ടർ ജോസ് പെരിയപുറം പറഞ്ഞത്. ഏതായാലും ആ ശസ്ത്രക്രിയ പൂർത്തിയായി കഴിയുമ്പോഴേക്കും ബിൽജിത്തിന്റെ മറ്റ് അവയവങ്ങളുമായിട്ടുള്ള ഏറ്റവും അവസാനം എത്തേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ്. അതൊരു വൃക്കയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആണ്. ആ ആംബുലൻസ് അവിടെ എത്തുമോ എന്നറിയില്ല. ഏതായാലും കോഴിക്കോട്ടേക്ക് ആംബുലൻസ് എത്തുന്ന സമയം കൊണ്ട് ഇവിടെ ബിൽജിത്തിന്റെ ഹൃദയം മറ്റൊരാളിൽ, ആ 13 വയസ്സുകാരിയായ പെൺകുട്ടിയിൽ തുടിച്ചു തുടങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയും പോസിറ്റീവായി ആ കാര്യത്തെ കാണണം എന്നുള്ളതാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 3 മണിക്കൂറോളം നീളുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ലിസി ആശുപത്രിയിലും പൂർത്തിയായിരിക്കുന്നു. ഹൃദയമായുള്ള വാഹനം അല്പസമയത്തിനകം ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചേരും. പോലീസ് അകമ്പടിയോടുകൂടി പുറപ്പെട്ടത് തന്നെ ഒരു നിമിഷം പോലും താമസിപ്പിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. കൊച്ചി സിറ്റിയിലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പോലീസ് നടത്തിയിട്ടുണ്ട്. ആംബുലൻസുമായി സിറ്റി പരിധിയിലേക്ക് കിടക്കുന്ന വാഹനത്തിന് പൈലറ്റ് അവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ വേഗത്തിൽ ലിസി ആശുപത്രിയിലേക്ക് ആ വാഹനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു നടപടിക്രമങ്ങൾ അവിടെ പൂർത്തീകരിക്കുന്നു. നാളെ രാവിലെ 5 മണിയോടുകൂടി ആ 13-കാരിയെ ICUവിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്രയും നേരവും വളരെ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ ഓരോ മിനിറ്റിലും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെയോടുകൂടി ആ ശുഭവാർത്ത, ആ ഹൃദയം 13-കാരിയിൽ തുടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ആരോഗ്യ പ്രവർത്തകർക്കുള്ളത്. ഏതായാലും അതിന്റെ അവസാന നടപടിക്രമങ്ങളിലേക്ക് ഏതാനും മിനിറ്റുകൾക്കകം ആ ഹൃദയവുമായുള്ള വാഹനം ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.